Good morning, students. Today we are going to discuss the last portion of the first chapter named Medieval World Centers of Power. We already discussed number of power centers of powers in different parts of the world. And last class we discussed the Mali Empire and Mongol Empire, and also the one of the Asian empire named Chinese empire, and another Japan empire, Japan center of power we already discussed. So different continents different powers, പ്രധാനപ്പെട്ട powers ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അവിടെയുള്ള പ്രധാനപ്പെട്ട rulers, their features, അതൊക്കെയാണ് പറഞ്ഞത്. ഫൈനലി ലാസ്റ്റ് പോർഷൻ ഓഫ് ദിസ് ചാപ്റ്റേഴ്സ് medieval അമേരിക്ക ആ കാലഘട്ടത്തിലെ അമേരിക്കയുടെ അവസ്ഥ. അമേരിക്ക ഇന്ന് കാണുന്ന അമേരിക്കയല്ല, ആ മെഡീവൽ കാലഘട്ടം നമുക്ക് ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ 5th to 15th സെഞ്ചുറി ആ കാലഘട്ടത്തിലെ അമേരിക്കയുടെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ, പക്ക ഇൻഡിജിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പാരമ്പര്യമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അമേരിക്ക എന്ന് പറയുമ്പോൾ രണ്ട് അമേരിക്ക. ഏതൊക്കെ രണ്ട് അമേരിക്ക? നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. അവിടെ ചില സിവിലൈസേഷൻസുകൾ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനുമായി ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭരണ സമ്പ്രദായം, ഒരു പരമ്പരാഗത ഭരണ സമ്പ്രദായമായിരുന്നു ഈ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഫ്രം ആൻഷ്യൻ ടൈം ഓൺവേർഡ്സ് ഇൻഡിജിനസ് സിവിലൈസേഷൻസ് പ്രിവെയിൽഡ് ഇൻ ബോത്ത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. ഇൻഡിജിനസ് സിവിലൈസേഷൻ, ചില സിവിലൈസേഷൻസുകൾ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. ഏതൊക്കെ? അമേരിക്കയിൽ നോർത്തിലും സൗത്തിലും. അതിനെ ചുറ്റിപ്പറ്റിയാണ് അവിടെ ഭരണവും. ദീസ് സിവിലൈസേഷൻസ് കണ്ടിന്യൂഡ് ടു എക്സിസ്റ്റ് in the medieval period also. The administrative systems in this region were purely indigenous in north and south. Some of the American civilizations are given as some of the North American civilizations. അല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കോളം നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻ, മറ്റത് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻ. നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് were Mississippi, Caribbean, Magellan and Padawan. These were the North American civilizations, and some of the South American civilizations were Mayan, Inca, Aztec and Toltec. And Toltec were the South American civilizations. These were some of the medieval American civilizations, and the administrative systems of this North and South America was purely indigenous, and then in the quest of establishing colonies by the Europeans reached America in the 16th century. അങ്ങനെ അതിൻ്റെ ശേഷം യൂറോപ്യൻസ് ഇങ്ങനെ കോളനികൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അമേരിക്ക, അതുപോലെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, അങ്ങനെ പല പ്രദേശം, ആഫ്രിക്കയിൽ, അങ്ങനെ യൂറോപ്യൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെവിടെ എത്തുന്നത്? 16th സെഞ്ചുറിയോട് കൂടിയിട്ട് അവർ അമേരിക്കയിൽ എത്തുന്നത്. എന്നിട്ട് അവിടെയുള്ള നേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ കൾച്ചർ ഒക്കെ ആര് നശിപ്പിക്കുന്നു? യൂറോപ്യൻസ് ഡെസ്ട്രോയ് ചെയ്യുന്നു. ദീസ് യൂറോപ്യൻസ് ഡെസ്ട്രോയിഡ് ദി നേറ്റീവ് കൾച്ചേഴ്സ് ആൻഡ് they started plantations and mines there. അല്ലേ, അവിടെ പുതിയ തോട്ടവും അതുപോലെ ഖനികളും ഒക്കെ യൂറോപ്യൻസ് സ്ഥാപിക്കുന്നു. അതിനോടനുബന്ധിച്ച് ആഫ്രിക്കയിൽ നിന്നുള്ള നീഗ്രോസിനെ കൊണ്ടുവന്ന് ഈ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യിപ്പിക്കുന്നു അല്ലേ, സ്ലേവ്സുകളാക്കിയിട്ട്. Then these natives were the natives of America were subjugated to genocide. അല്ലേ, അവർ കൂട്ടത്തോടെ എന്ത് ചെയ്യുന്നു? കൊന്നു തള്ളുന്നു അല്ലേ. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കനിലെ ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും വളരെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുരാതന കാലഘട്ടത്തെ തുടർന്നുകൊണ്ട് മെഡീവൽ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും അവിടെ അങ്ങനെയുള്ള ഭരണ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നോർത്തിലും സൗത്തിലും വ്യത്യസ്ത സിവിലൈസേഷൻസുകൾ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനുമായി ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭരണ സമ്പ്രദായമാണ് അവിടെ ഉണ്ടായിരുന്നത്. നോർത്തിലാണെങ്കിൽ മിസിസിപ്പി, കരീബിയൻ, മഗല്ലൻ ആൻഡ് പടയൻ. സൗത്ത് അമേരിക്കയിലാണെങ്കിൽ മായൻ, ഇൻക, ആസ്ടെക് ആൻഡ് ടോൾടെക്. ആൻഡ് ഫൈനലി ദി ലാസ്റ്റ് പോർഷൻ ഓഫ് ദിസ് ചാപ്റ്റർ, ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം.
ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. എന്താ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ? ഇറ്റ് വാസ് എ സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കണോമിക് സിസ്റ്റം ആൻഡ് എക്സിസ്റ്റഡ് ഇൻ ദി മെഡിവൽ യൂറോപ്പ് ആൻഡ് വിച്ച് വാസ് ബേസ്ഡ് ഓൺ ലാൻഡ്. ഭൂമിയെ അടിസ്ഥാനമാക്കി മിഡീവൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന്. എന്താ ഭൂമി? ആ ഫ്യൂഡലിസത്തിലാണ് ഫ്യൂഡൽ ലോഡ്സുകൾ ഉണ്ടാകുന്നത്, അല്ലേ? ഭൂ ഉടമകൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു തകർച്ച ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. എന്താണ് ഫ്യൂഡലിസം? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട്സ് ഫ്യൂഡലിസം? ഫ്യൂഡലിസം ഇസ് എ സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കണോമിക് സിസ്റ്റം. ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് വാസ് ബേസ്ഡ് ഓൺ വാട്ട്? എന്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ? അത് വാസ് ബേസ്ഡ് ഓൺ ലാൻഡ്. ഭൂമിയെ അടിസ്ഥാനമാക്കി. ഭൂമി ഒരു ചെറിയ വിഭാഗം ആൾക്കാർ കൈവശപ്പെടുത്തി വെക്കുന്നു. അതിൻ്റെ എല്ലാ അവകാശങ്ങളും ആ കൈവശപ്പെടുത്തുന്ന ലോഡ്സിന് മാത്രമായി ചുരുങ്ങുന്നു. അതിൽ ബാക്കിയുള്ള കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവർക്ക് മാന്യമായ വേതനം കൊടുക്കാത്ത അങ്ങനെയുള്ളൊരു സിസ്റ്റം, അല്ലേ? ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഫ്യൂഡലിസം. The socio-political economic system existed in the medieval Europe based on the land was known as feudalism. And because of the various reasons, by the 15th century onwards, feudalism began to decline because of various reasons. എന്തൊക്കെയായിരുന്നു ആ reasons? Because of agricultural production decreased due to climatic change, then famine, then crusade wars, plague and black death, king's monopoly of gunpowder, then peasant revolts, emergence of nation states. These were the reasons for the decline of this system named feudalism. Feudalism in the European countries, in the Europe, especially in the medieval Europe. And these were the reasons. എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡിക്രീസ് ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച്, അല്ലേ? കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായ കാർഷിക രംഗത്തുണ്ടായ തകർച്ച, അല്ലെങ്കിൽ എന്താ പറയുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു പോയി ബിക്കോസ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ച്. ആൻഡ് അനദർ റീസൺ ഈസ് ആ കാർഷികോൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും? ഫാമിൻ ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, അല്ലേ? ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകും, അല്ലേ? ഫാമിൻ വാസ് അനദർ റീസൺ. ആൻഡ് അനദർ റീസൺ ഇസ് പ്ലേഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്, അല്ലേ? എലിപ്പനിയെ പോലെയുള്ള അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ, അല്ലേ? പകർച്ചവ്യാധികൾ, അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ ഈ പറയുന്ന ക്രൂസൈഡ് വാർസ്, കുരിശുയുദ്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ക്രൂസൈഡ് വാർസ്. ദി ക്രൂസൈഡ്സ് വർ ദി വാർസ് fought between Western Europe and Turks from the 11th to the 13th centuries, അല്ലേ? 11ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തുർക്കികളും ഈ പറയുന്ന വെസ്റ്റേൺ യൂറോപ്പും തമ്മിലുണ്ടായ നിരന്തര യുദ്ധങ്ങളാണ് ക്രൂസൈഡ് വാർസ്, കുരിശുയുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ദീസ് വാർസ് വർ ഫോർട്ട് ഫോർ അപ്രോച്ചിങ് ജെറൂസലേമിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജെറൂസലേമിൻ്റെ പ്രത്യേകത വിച്ച് വാസ് കൺസിഡേർഡ് ആസ് എ ഹോളി സിറ്റി ഓഫ് ജൂസ്, ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ജെറൂസലേമിൻ്റെ എല്ലാ വിഭാഗമാണ്, പ്രത്യേകിച്ച് ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ ക്രിസ്ത്യൻസിനും ഒരുപോലെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഒരുപോലെ ഉള്ള ഒരു പരിശുദ്ധ പ്രദേശമായിരുന്നു ജെറൂസലേം. ഈ ജെറൂസലേമിന് വേണ്ടിയിട്ട് ഉണ്ടായ യുദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞാൽ കുരിശുയുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന ഈ യുദ്ധങ്ങൾ, ഇത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണം. ദെൻ കിങ്സ് മൊണോപ്പൊളി ഓഫ് ഗൺ പൗഡർ, അല്ലേ? ഈ പറയുന്ന യൂറോപ്പിലെ സെൻറ്റേഴ്സ് ഓഫ് പവേഴ്സിലെ കിങ്സിനായിരുന്നു എന്തുണ്ടായിരുന്നത്? കുത്തകാവകാശം. എന്തിൻ്റെ? ഗൺ പൗഡർ, വെടിമരുന്നിൻ്റെ കുത്തകാവകാശം ഈ കിങ്സിനായിരുന്നു. അത് വൺ ഓഫ് ദി റീസൺ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ദെൻ പെസന്റ് റിവോൾട്ട്സ്, അല്ലേ? നിരന്തരമായിട്ടുണ്ടാകുന്ന കർഷക സമരങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. എന്താണ്? ദി ലാൻഡ് ഓൺഡ് ബൈ ഫ്യൂഡൽ ലോഡ്സ്, അല്ലേ? അവിടെ പണിയെടുക്കാൻ നിർബന്ധമായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ പെസൻസ്, അല്ലെങ്കിൽ കർഷകർ. അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നേരിടുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചില ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള പെസന്റ് റിവോൾട്ട് കോസ്ഡ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ദെൻ എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, അല്ലേ? നേഷൻ സ്റ്റേറ്റ്, പുതിയ
ഏതാ ഈ ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം, പുതിയ ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം ഈ ഫ്യൂഡലിസത്തിനെ കാര്യമായി ബാധിച്ചു. ദീസ് വർ ദി റീസൺസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. വൺസ് അഗൈൻ, വാട്ട്സ് ഫ്യൂഡലിസം? Feudalism is a socio-political economic system which existed in the medieval Europe and which was based on land. This system was known as feudalism. And in this unit we have become familiar with the different forms of power in the medieval world in different parts of the world. Like in Africa, Asia, Europe, America, etc. ഇവിടെയുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. The reforms and the centers of power gave vigor to the march towards the modern age. ഈ ഒരു സിസ്റ്റമാണ് പിന്നീട് അങ്ങോട്ട് ആധുനിക യുഗത്തിലേക്ക് മാർച്ച് ചെയ്യുന്നത്, കടന്നു വരുന്നത്. In short, we discussed in the medieval world centers of power: Eastern Roman Empire, Holy Roman Empire, Arabian Empire, Ottoman Empire, Mongolian Empire, Mali Empire, medieval America, and finally fall or decline of feudalism. When we are discussing about Eastern Roman Empire, Justinian was the famous ruler. His code of law, corpus juris civilis. Then Holy Roman Empire, Charlemagne was the main ruler. First of all, Western Roman Empire അത് തകർന്ന് ഫ്രാങ്കിഷ് ഒരുപാട് ഈ പറയുന്ന ട്രൈബ്സുകൾ കീഴടക്കി അതിൽ ഫ്രാങ്കിഷ് എംപയർ കീഴടക്കുന്നു. അവർ പ്രദേശം ഒരു എംപയർ സ്ഥാപിക്കുന്നു. ഫ്രാങ്കിഷ് എംപയർ ആണ് പിന്നീട് എന്തായി മാറുന്നത്? And the Holy Roman Empire, Pope Leo III crowned this Frankish emperor named Charlemagne as എങ്ങനെ ഒരു ഹോളി റോമൻ എംപറായി അദ്ദേഹത്തിനെ ക്രൗൺ ചെയ്യുന്നു. അതിന് കാരണമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. He was attacked by Lombards and Charlemagne പോപ്പ് ലിയോ തേർഡിനെ ലൊംബാർഡ്സിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. പോപ്പ് ലിയോ തേർഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു എന്താ പറയുക മത അധ്യക്ഷൻ മത കാര്യങ്ങളിലെ പുരോഹിതൻ രക്ഷപ്പെടുത്തുന്നതോടുകൂടിയിട്ട് അദ്ദേഹം ഇതിനെ ഒരു ഹോളി റോമൻ എംപറായി ഷാലമിനെ അവരോധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എംപയർ പിന്നീട് ഹോളി റോമൻ എംപയറായിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് റൂളർ എംപറർ വേർ ഷാലമിൻ. ദെൻ അറേബ്യൻ എംപയറിൽ നമുക്കറിയാം പ്രവാചകൻ്റെ കാലത്താണ് അറേബ്യൻ എംപയർ. പ്രവാചകനാണ് ഇതിൻ്റെ ഫൗണ്ടർ. ദെൻ അതിനുശേഷം ഏർലി കാലിബ്സ്, ദെൻ ഈ പറയുന്ന ഉമയ്യദ്സ്, അബ്ബാസിഡ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ ഹാറൂൺ അൽ റഷീദ് അവസാനം അങ്ങനെ ഉള്ള അറേബ്യൻ എംപയർ. ദെൻ ഒട്ടോമൻ എംപയർ മുഹമ്മദ് സെക്കൻഡിൻ്റെ കാലത്ത് സ്ട്രെങ്തൻ ചെയ്യുന്നു. സുലൈമാൻ വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ. സുലൈമാൻ ഈസ് ഓൾസോ കോൾഡ് അൽ ഖാനൂനി. ദെൻ മംഗോളിയൻ എംപയർ നമുക്കറിയാം. ചെങ്കീസ് ഖാൻ്റെ പ്രധാനപ്പെട്ട ആർമിയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കവൽറി, അതുപോലെ സ്മോൾ ഓണൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന, ഹോഴ്സ് ബാക്കിലിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ആർമി. ദെൻ ചെങ്കീസ് ഖാൻ്റെ കൊറിയർ സംവിധാനം, പോസ്റ്റൽ സംവിധാനം. ദെൻ മാലി എംപയർ ഒരു എന്താ പറയുക ഒരു വെൽത്തി റീജിയൻ ആയിരുന്നു മാലി. ആൻഡ് ഇമ്പോർട്ടൻറ്റ് റൂളർ വാസ് കങ്കൻ മൂസ ആൻഡ് ഹി വാസ് ഓൾസോ കോൾഡ് ഓർ ഹി known as Mansa Musa in European records. And medieval America, North American civilizations and South American civilizations, and finally decline of feudalism or feudal system. There were a number of reasons for the decline of feudal system. I hope that you are familiar with this chapter or clear with this chapter. And now we conclude today's class. We will meet next class. Okay, thank you.